യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ നീ. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ നീ. മാറ്റം വാരാതെ എന്നെ കാക്കേണം പൊന്നു നാഥ. മാറ്റം വാരാതെ എന്നെ കാക്കേണം പൊന്നു നാഥ. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം, ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം, ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഇന്ന് സൺഡേ ആണ്, നമുക്ക് സൺഡേ സ്പെഷ്യലാണ് കഥാവാരം. രൂത്ത് ആൻഡ് എസ്തർ. രൂത്തിൻ്റെയും എസ്തറിൻ്റെയും പുസ്തകമാണ് നമ്മൾ. ആ സംഭവ കഥകളാണ് നമ്മളിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് നോക്കുന്നത് രൂത്ത് 2:14-15. ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്ന് തൃപ്തയായി ശേഷിപ്പിക്കുകയും ചെയ്തു. And Boaz said unto her, At mealtime come thou hither and eat of the bread, and dip thy morsel in the vinegar. And she sat beside the reapers, and he reaped her parched corn, and she did eat, and was sufficient and left. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തൻ്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. And when she was risen up to glean, Boaz commanded his young man, saying, Let her glean even among the sheaves, and reproach her not. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം. എസ്തർ 1:18. എസ്തർ ചാപ്റ്റർ 1:18. ഇന്ന് തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർസ്യയിലെയും മേദ്യയിലെയും പ്രഭുപത്നിമാർ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും. ഇങ്ങനെ നിന്നയും നീരസവും അധികരിക്കും. Likewise shall the ladies of Persia and Media say this day unto all the kings, princes which have heard of the deed of the queen, thus shall there arise too much contempt and wrath. നമുക്ക് അതിൻ്റെ കണ്ടന്റ് നോക്കാം. അതിൻ്റെ ഏകദേശം ഒരു ഉള്ളടക്കം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എല്ലാ പുസ്തകത്തിലും. ഭക്ഷണ സമയത്ത് വളരെ കരുതലോടെ ബോവസ് രൂത്തിനോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കാം, കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറയുന്നതായി കാണാം. അദ്ദേഹം പറഞ്ഞത് രൂത്ത് അക്ഷരം പ്രതി അനുസരിക്കുന്നതായും കാണുവാൻ സാധിക്കും. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു.
അവൾ തിന്ന് തൃപ്തിയായി ശേഷിപ്പിക്കുകയും ചെയ്തു. ആൻഡ് Boaz said unto her at meal time, Come thou hither and eat of the bread, and dip thy morsel in the vinegar. And she sat beside the reapers, and her wreathed her parched corn, and she did eat, and was sufficed and left. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ബോവസ് തൻ്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. And when she was risen up to glean, Boaz commanded his young man, saying, Let her glean even among the sheaves, and reproach her. ഇപ്പോൾ ഫസ്റ്റ് സെഷൻ്റെ കണ്ടൻ്റാണ് പറഞ്ഞത്. ഇനി സെക്കൻഡ് സെഷൻ്റെ കൂടെ കണ്ടന്റ് പറയാം. സെക്കൻഡ് സെഷൻ എസ്തർ. വസ്തിരാജ്ഞയുടെ പ്രവൃത്തി കേട്ട പാർസ്യയിലെയും മേദ്യയിലെയും പ്രഭുപത്നിമാർ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോട് അങ്ങനെ തന്നെ പറയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ നിന്നെയും നീരസവും അധികരിക്കും. Likewise shall the ladies of Persia and Media say this day unto all the king's princes which have heard of the deed of the king. Thus shall there arise too much contempt and wrath. ഇവിടെ നമ്മൾ 2 സെഷനാണെന്നുള്ളത്. 2 സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. God bless you abundantly.